ഡീപ് സീക്ക് ഉപയോഗിച്ചാൽ ജയിലിലും കിടക്കേണ്ടി വരും, ഫൈനും അടക്കേണ്ടി വരും. ഇവിടെയല്ലാട്ടോ, അമേരിക്കയിൽ ഒരു പുതിയ നിയമം സെറ്റപ്പൊക്കെ വരാൻ പോവാണെന്നാണ് പറയുന്നത്. അത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിയെന്നാണ് പറയുന്നത്. എന്താ അല്ലേ, ഒരു AI ആപ്ലിക്കേഷൻ ചാറ്റ് ബോട്ട്, നമ്മുടെ ChatGPT പോലത്തെ ഒരു ചാറ്റ് ബോട്ടാണത്. അത് ചൈനയുടെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിൽ സെക്യൂരിറ്റി കൺസേണുകളുണ്ട്. നമ്മുടെ US പൗരന്മാരുടെ ഡാറ്റ അവർ ചോർത്താൻ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഇടയിൽക്കൂടെയാണിത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഫൈനും ജയിൽവാസവും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ന്യൂസുകളും വരുന്നത്. ന്യൂസുകളാണ് കേട്ടോ. ഈ ലോ മേക്കിങ്ങിൻ്റെ കാര്യം വാൾ സ്ട്രീറ്റ് ജേണൽ പോലുള്ള മാധ്യമങ്ങളിൽ വന്നതാണ്. മറ്റ് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് ഈ പറയുന്ന ജയിലിലൊന്നും ഫൈൻ കൊടുക്കുമെന്നൊക്കെ പറയുന്നത്. ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ്, ഉണ്ടാക്കിയവർക്കല്ല. സോ അപ്പോൾ കെയർഫുൾ ആയിട്ട് വേണം. US-ലുള്ള സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള നിയമങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് ന്യൂസിൽ കാണുന്നു. നിങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇനി ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റുകൾ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടാബുകൾ, നമ്മുടെ iPad പോലത്തുള്ള ടാബുകൾ ആൾക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റിൽ നോക്കിയാൽ തന്നെ ഒരു 9% ഗ്രോത്ത് കാണുമെന്നാണ് പറയുന്നത് ഈ ടാബ് ഉപയോഗത്തിൽ. ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വർക്ക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണത്. വളരെ ഈസി ആയിട്ട് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കരമായ ഗ്രോത്താണ് കാണുന്നത്. അതിൽ തന്നെ ആപ്പിളിൻ്റെ iPadകളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സോ ടാബുകൾ വീണ്ടും സജീവമാകും. ഓക്കെ, എന്താണ് ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടെക് ന്യൂസ് ആണ്. ആദ്യത്തെ 2 വാർത്തകളാണ് ഈ പറഞ്ഞത്. സോ ഇനി അടുത്ത വാർത്ത, നമുക്ക് സമയം ഒട്ടും കളയണ്ട. iPhone SE 4 ലോഞ്ച് ചെയ്യാൻ പോവാണ്. മിക്കവാറും 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ iPhone SE 4 ലോഞ്ച് ചെയ്യുമെന്നാണ് മനസ്സിലാവുന്നത്. 6.1 ഇഞ്ച് ഡിസ്പ്ലേ, ആപ്പിൾ ഇന്റലിജൻസ്, Type-C പോർട്ട്, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും അടക്കം തന്നെയാണ് ഈ SE 4 എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യാമെന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമോ, അതോ ഇനിയിപ്പോൾ ഏതെങ്കിലും ചില കൺട്രികൾ മാത്രമല്ല US-ൽ മാത്രമായിട്ടൊക്കെ ലോഞ്ച് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും iPhone SE 4 ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ഇത് ലോഞ്ച് ചെയ്യുന്നുള്ള വാർത്തകൾ ഇപ്പോൾ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചില ഡിസൈനുകളാണ് ഈ വന്നിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത്. സോ എങ്ങനെയുണ്ട്, എന്താണ് ഈ പറഞ്ഞ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ? ഏത് പ്രൈസ് റേഞ്ചിൽ വരാൻ സാധ്യതയെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയ ലോഞ്ച് എന്ന് പറയുന്നത് Realme P3 സീരീസ് എന്ന് പറയുന്ന സംഗതിയാണ്. കിട്ടുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഗെയിമേഴ്സിനൊക്കെ വേണ്ടി GT ബൂസ്റ്റ് എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ സെറ്റപ്പൊക്കെ അടക്കം ഏറ്റവും മികച്ച പെർഫോമൻസ് തരുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഫോൺ. ഇതിൻ്റെ പ്രധാന സവിശേഷതയായിട്ട് അവർ എടുത്തു പറയുന്നത് 7th Gen 3 പ്രോസസർ ഈ ഒരു സെഗ്മെന്റിൽ, ഇതിൻ്റെ പ്രൈസ് വരാൻ പോകുന്ന ആ സെഗ്മെന്റിൽ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു പ്രോസസർ കൊണ്ട് ആ ഒരു സെഗ്മെന്റിൽ ഫോൺ ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. 6000 mAh ബാറ്ററി ഉണ്ടായിരിക്കും. ഒന്നിലും കുറവില്ല. ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, ക്വാഡ് ആ 4 സൈഡിലേക്കും വളഞ്ഞ് നിൽക്കുന്ന ചെറുതായിട്ട് നിൽക്കുന്ന ആ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, ആ സെറ്റപ്പ് അടക്കമാണ് വരുന്നത്. സോ ഏറ്റവും നൂതനമായ സ്റ്റൈലുള്ള ഫോണായിരിക്കും. ഗെയിമിങ്ങിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കുന്ന രീതിയിലാണ് Realme P3 സീരീസിലെ 3 Pro വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കിട്ടുക്കം ഫോൺ ആയിരിക്കും പറയുന്നത് 20,000 റേഞ്ചിൽ. സോ ആ ബഡ്ജറ്റ് റേഞ്ചിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബും ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോ. ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ക്യാമറ ഫോണാണ് വിവോയുടെ V50 സീരീസ്. ക്യാമറയായിരിക്കും അതിൽ മെയിൻ എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും അതിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. 17-ാം തീയതിയാണ് ഡേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫോണിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. 17-ാം തീയതിയാണ് ഡേറ്റ്. സോ മാർക്ക് ചെയ്ത് വെച്ചോളൂ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഓപ്പോയുടെ Find N5 5.8mm മാത്രം അത്രയും സ്ലിമ്മായ ഫോൾഡ് ഫോൺ. അതാണ് ഈ ഓപ്പോയുടെ Find N5 എന്ന് പറയുന്നത്. ഈ സംഭവം 20-ാം തീയതിയാണ് ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലല്ല, ഗ്ലോബൽ ലോഞ്ചാണ്. അത് കഴിയുമ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് ന്യൂസുകൾ. സോ ഗ്ലോബൽ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടും സംഗതി എങ്ങനെയുണ്ടെന്നുള്ളത്. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. എല്ലാ ഭാഗവും ടോപ്പായിട്ടാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് സംഭവം. ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്ലിം ആണെന്നുള്ളതാണ്. രണ്ടാമത്തെ മെയിൻ അട്രാക്ഷൻ, ഇത് സാംസങ്ങിൻ്റെ ഫോൾഡുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇതിന് ക്രീസ് ഇല്ല. അതായത് ഈ മടക്കുമ്പോൾ മടക്കിലുണ്ടാകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ഫോൾഡാണ്. ഇത് മടക്കുമ്പോൾ ഇതിൻ്റെ നടുവിലൊരു മടക്ക് കാണാമല്ലോ. ഈ സംഭവം ഈ ഫോണിനില്ല. അവർ തന്നെ ചില ഇമേജുകളൊക്കെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്രയും ക്ലീൻ ആയിട്ടൊരു സാധാ ഫോൺ ഉപയോഗിക്കുന്ന പോലെ ആ ഡിസ്പ്ലേ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഗംഭീരമാവാൻ സാധ്യതയുണ്ട്. ഫോൾഡ് ഫോണിൻ്റെ ഒരു വൃത്തിക്കുറവ് എന്ന് പറയുന്നത് ആ ക്രീസ് തന്നെയാണ്. സോ അപ്പോൾ അത് ഒന്ന് മാറുമെന്ന് പ്രതീക്ഷിക്കാം. വില എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും വരുന്നുണ്ട്. Find N5 20-ാം തീയതിയാണ് ഗ്ലോബൽ ലോഞ്ച്. പിന്നെ ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാൻ കാരണം ഏറ്റവും കൂടിയ പ്രോസർ 8 ലൈറ്റ് പ്രോസർ തന്നെയാണ് ഇരിക്കുന്നത്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് അടക്കം ആണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. അതാണ് സെറ്റാണ് എല്ലാ കാര്യത്തിലൊന്നും പറയാൻ കാരണം കേട്ടോ. വരട്ടെ, വന്നിട്ട് നോക്കാം നമുക്ക്. ഇനി അടുത്തൊരു കിടുക്കുന്ന സംഗതി, എല്ലാവരും കാത്തിരിക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഘടകം എന്ന് പറയുന്നത് ഷവോമിയുടെ 15 Ultra എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഇമേജുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ബഡാ ക്യാമറ മോഡ്യൂളൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ 3 ക്യാമറകളും 200 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയെ കൊടുത്ത് ക്യാമറയാണ് ഇതിൻ്റെ ആത്മാവെന്ന രീതിയിലാണ് ഈ ഫോൺ ഇറക്കാൻ പോകുന്നത്. സോ അത് നല്ല ഫോണുകളാണ് കേട്ടോ. കഴിഞ്ഞ തവണത്തെ ഫോണിൽ മാത്രമാണ് ചെറിയൊരു പാളിച്ച കണ്ടത്. ഇതിൻ്റെ ക്യാമറ തകർക്കുമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. പിന്നെ വിവോയുടെ X200 Pro ഓൾറെഡി ടോപ്പ് സാധനമാണ് നിൽക്കുന്നത്. അതിനേക്കാൾ മികച്ചതാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ആകാംക്ഷ. S200 Pro മാത്രമല്ല, ഒരു അൾട്രയും കൂടി അവർ കൊണ്ടുവരാറുണ്ടല്ലോ അല്ലേ. അതൊക്കെ വന്നാൽ വേറെ ലെവലാണ്. എന്തായാലും ഇത്
ഷവോമി 15 അൾട്ര മാർക്ക് ചെയ്തോളൂ. സംഭവം കാണാനൊക്കെ രസമുണ്ട്, എന്നാൽ ആ വലിയ ക്യാമറ മോഡ്യൂൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങളുടെ താല്പര്യം എങ്ങനെ? എത്രയും വലിയ ക്യാമറ മോഡുകളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് താല്പര്യമാണോ? ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ S25-നും അതേപോലെ തന്നെ iPhone 16-നും നല്ലൊരു കോമ്പറ്റീഷൻ വരാൻ പോവാണ്. നല്ലൊരു കോമ്പറ്റീഷൻ, ചുമ്മാ പറയാല്ല, ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്താൽ രണ്ട് ഏകദേശം നന്നായിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ എന്നാൽ വരാൻ പോകുന്ന കൊമ്പൻ ഇതിനൊക്കെ തകർക്കും. OnePlus 13 mini എന്ന് പറയുന്ന ഒരു ഫോണാണ് വരാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. ഇതിൻ്റെ ഇമേജുകളൊന്നും എനിക്ക് ലീക്കായി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, OnePlus 13 ഇമേജാണ് ഈ കാണുന്നത്. ഏറെക്കുറെ ഇതേ ലുക്കിൽ തന്നെ ആയിരിക്കും 13 മിനിയും വരിക എന്നാണ് അറിയുന്നത്. സൈസ് കുറവായിരിക്കുന്നുള്ളൂ, പക്ഷേ അതിൽ അടിപൊളി ഫാസ്റ്റ് ചാർജിങ്, ഗംഭീര ബാറ്ററി സെറ്റപ്പ്, 8 ലൈറ്റ് പ്രൊസസ്സർ, എല്ലാ സംഭവങ്ങളും ടോപ്പ് ലെവലിൽ കൊടുത്തിട്ടാണ് പറയുന്നത്. ഫാസ്റ്റ് ചാർജിങ് അടക്കം ഗംഭീര സാധനമായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഫോണുകൾക്ക് ശരിയായ ഒരു കോമ്പറ്റീഷൻ, അതായത് കോമ്പാക്റ്റ് ഫോണുകളുടെ ജേണിയിൽ ഇവിടെ ഒരു എന്താ പറയുക സെറ്റ് സാധനം വരാൻ പോകുന്നു. അത്രേ ഉള്ളൂ. വരട്ടെ, വന്നിട്ട് പറയാം ബാക്കി എല്ലാ കാര്യം. സംഗതി തകർക്കും. കോമ്പാക്റ്റ് ഫോണൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചാടിക്കറിയൊന്നും എടുക്കണ്ട. ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇതിനേക്കാൾ മികച്ച സാധനമാണ് വരാൻ പോകുന്നത്. OnePlusൻ്റെയാണ് ഓക്സിജൻ നോയ്സ്, നൈസ് സാധനമായിരിക്കും തന്നെ പ്രതീക്ഷ. ഇനി അടുത്തൊരു വാർത്ത ഒരു ഓർമ്മിപ്പിക്കലാണ്. iQ Neo 10R 11-ാം തീയതിയാണ്, മാർച്ച് 11-ന് ലോഞ്ച് ഉണ്ട്. മറക്കണ്ട, കാരണം 30,000 രൂപ റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആയിരിക്കും, കാരണം 8S Gen 3 പ്രോസറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് സാധനമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ റേഞ്ചിൽ ഫോൺ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തു. ഒന്ന് ഓർമ്മിച്ചെന്നുള്ളൂ, നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചെന്നേ. ഇനി അടുത്തൊരു നല്ല വാർത്ത, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. വാട്സപ്പിൽ പേയ്മെൻറ്റുകൾ വരുന്നു. അതായത് നമുക്ക് ICB ബില്ല് അടയ്ക്കാൻ, ഗ്യാസിൻ്റെ ബില്ല് അടയ്ക്കാനൊക്കെ നമുക്ക് ഇനി ഗൂഗിൾ പേയിലേക്ക് പോകണ്ട, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് അവിടെ പേയ്മെൻറ്റ് നടത്താം. വാട്സപ്പ് പേയ്മെൻറ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? എൻ്റെ സുഹൃത്തുക്കൾ ആരും അങ്ങനെ ഉപയോഗിച്ച് കണ്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബിൽ പേയ്മെൻറ്റ് കൂടി വരുന്നുണ്ട്, ഈസിയായി. ഇനി എല്ലാം വാട്സപ്പിൽ കൂടെ തന്നെ ചെയ്യാം, ഗൂഗിൾ പേയിലേക്ക് പോകണ്ട. സോ അത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു വാർത്ത കൂടി പറയാം. സാംസങ്ങിൻ്റെ F06 എന്ന് പറയുന്ന ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 10,000 താഴെ, 9,000 റേഞ്ചിലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. നല്ലൊരു 5G ഫോണാണ് അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയാണ് പറയുന്നത്. വരട്ടെ, ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ, നമ്മൾ കൊണ്ടുവരും. വിശദമായിട്ട് അറിയാം. 10,000 താഴെയൊക്കെ സാംസങ്ങിൻ്റെ ഫോണുകൾ പലരും ചോദിക്കാറുണ്ട്, പക്ഷേ നല്ല ഫോണുകൾ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ഒരുപാട് കാണാറില്ല. പക്ഷേ ഇത് നമുക്കൊന്ന് നോക്കാം, ചിലപ്പോൾ നല്ലതാണെങ്കിലും. താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ കുറച്ച് പ്രധാനപ്പെട്ട ടെക്നോളജി വാർത്തകൾ. ഇതുപോലത്തെ വാർത്തകൾ ഓൺ ടൈമിന് അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വെച്ചോളൂ. ആഴ്ചയിൽ 2-3 ടെക്നോളജി നമ്മൾ കൃത്യമായി ഇട്ട് വരുന്നുണ്ട്. എല്ലാം ഓർഡറായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.